നമസ്കാരം. വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കെജ്രിവാൾ 1.73 കോടി രൂപയുടെ ആസ്തിയും വീടോ കാറോ ഇല്ലെന്നും വെളിപ്പെടുത്തി. സത്യവാങ്മൂല പ്രകാരം കെജ്രിവാളിന്റെ ജംഗമ ആസ്തികൾ 3.46 ലക്ഷം രൂപയാണ്. ഇതിൽ 2.96 ലക്ഷം രൂപ ബാങ്ക് സമ്പാദ്യവും 50,000 രൂപ പണവുമാണ്. ഗാസിയാബാദിലെ ഒരു ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സ്ഥാവര ആസ്തികൾക്ക് 1.7 കോടി രൂപയാണ് വില. സ്ഥിര നിക്ഷേപങ്ങളിലോ ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻഷുറൻസ് പോളിസികളിലോ കെജ്രിവാളിന് നിക്ഷേപമില്ലെന്ന് സത്യവാങ്മൂലം എടുത്തു കാണിക്കുന്നു. കെജ്രിവാളിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന്റെ വരുമാനം 7.21 ലക്ഷം രൂപയായിരുന്നു. 2020 പ്രഖ്യാപിച്ച 44.90 ലക്ഷം രൂപയിൽ നിന്ന് കുത്തനെ ഇടിവ് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ വരുമാനം പ്രധാനമായും ലഭിക്കുന്നത് MLA എന്ന നിലയിലുള്ള ശമ്പളത്തിൽ നിന്നാണ്. അതേസമയം കെജ്രിവാളിന്റെ ഭാര്യയും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥയുമായ സുനിത കെജ്രിവാളിന്റെ മൊത്തം ആസ്തി 2.5 കോടി രൂപയാണ്. അവരുടെ ജംഗമ ആസ്തിയിൽ 1 കോടി രൂപ ഉൾപ്പെടുന്നു. അതിൽ 25 ലക്ഷം രൂപ വിലമതിക്കുന്ന 320 ഗ്രാം സ്വർണവും 92,000 രൂപ വിലമതിക്കുന്ന 1 കിലോഗ്രാം വെള്ളിയും ഉൾപ്പെടുന്നു. ഗുരുഗ്രാമിലെ ഒരു വീട് ഉൾപ്പെടെയുള്ള സുനിതയുടെ സ്ഥാവര ആസ്തികൾക്ക് 1.5 കോടി രൂപ വില വരും. ഭർത്താവിന്റെ വാർഷിക വരുമാനം 14.10 ലക്ഷം രൂപ. മുൻ സർക്കാർ ജീവനക്കാരി എന്ന നിലയിൽ ലഭിച്ച പെൻഷനിൽ നിന്നാണ് ഇത്. ദമ്പതികളുടെ ആകെ ആസ്തി 4.23 കോടി രൂപയായി തുടരുന്നു. മുൻ വെളിപ്പെടുത്തലുകളിൽ നിന്ന് സ്ഥിരമായ വളർച്ച കാണിക്കുന്നു. 2020 3.4 കോടി രൂപയും 2015 2.1 കോടി രൂപയും ആസ്തിയായി കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് സമ്പത്തിൽ തുടർച്ചയായ വർധനവാണ് കാണിക്കുന്നത്. കൂടാതെ തനിക്കെതിരെ 14 ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് കെജ്രിവാൾ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിന് മുമ്പ് ഭാര്യയോടൊപ്പം കെജ്രിവാൾ ഹനുമാൻ വാത്മീകി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. രാഷ്ട്രീയ വാചാടോപങ്ങളെക്കാൾ തന്റെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.